സർ, ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ. പിന്നീട് അദ്ദേഹം അസമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു BJP പാനലിൽ. ഇന്നലെ പ്രസ് ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹിമന്ത് ബിശ്വ ശർമ്മ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തൽ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എന്നെ ചതിച്ചു എന്നാണ്. എന്ത് ചതിയ? അതായത് ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ, ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ചതിയുടെ കഥയാണ് വെളിപ്പെടുത്തുന്നത്. 2014 സോണിയാഗാന്ധി തരുൺ ഗൊഗോയ്ക്ക് പകരം അസമില് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയെ ആണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ആ തീരുമാനം രാഹുൽ ഗാന്ധി അട്ടിമറിച്ചു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്നുള്ള ചില ഫോൺ കോളുകൾ ആണ് ഹിമന്ത ബിശ്വ ശർമ്മ അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ആകാതിരിക്കാൻ കാരണം. രാഹുൽ ഗാന്ധി നടത്തിയ ഫോൺ കോളുകൾ എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആണ് അദ്ദേഹം ഇത് നിയമസഭയിൽ ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഒരുപാട് ഈ പടലപ്പിണക്കങ്ങൾ ഉണ്ടായി, കലഹം, കാലുമാറ്റം ഒക്കെ ഉണ്ടായി. കോൺഗ്രസിൻ്റെ അകത്ത് MLA-മാരും ഒക്കെ കാലുമാറുമോ എന്നുള്ള സംശയം വന്നു. അപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൂടെ ആയിരുന്നു ഭൂരിപക്ഷം ആളുകളും. അപ്പോൾ തരുൺ ഗൊഗോയിയെ നീക്കുക എന്നുള്ള ഉദ്ദേശമാണ് MLA-മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മാഡം എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ സോണിയാഗാന്ധി പറയുന്നത്. മാഡം എന്നോട് സത്യപ്രതിജ്ഞ തീയതി തീരുമാനിക്കാൻ പറഞ്ഞു. 2014 ജൂണില് 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യം. 2014 ജൂണില് കാമാഖ്യ ക്ഷേത്രത്തിലെ അംബുബാച്ചി മേളയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി നിങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി, നിങ്ങൾ സത്യപ്രതിജ്ഞ തീയതി തീരുമാനിച്ചോളൂ എന്ന് മാഡം സോണിയാഗാന്ധി ഹിമന്ത ബിശ്വ ശർമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിലാണ്. പക്ഷെ അവിടെ നിന്ന് പാർട്ടി നേതാക്കളെ രാഹുൽ ഗാന്ധി വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് കോൺഗ്രസിൽ ഒരുപാട് പ്രതിസന്ധി ഉരുണ്ടുകൂടി. MLA-മാർ തരുൺ ഗൊഗോയുടെ കൂടെയല്ല, ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൂടെയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പറഞ്ഞ് നിലകൊള്ളുകയാണ്. അപ്പോൾ പ്രതിസന്ധിയിൽ ഖാർഗെ അസമിൽ ചെന്നു. അന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ അവിടെ എത്തി. 58 MLA-മാർ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൂടെയാണ് എന്ന് മനസ്സിലായി ഖാർഗെയ്ക്കും. ചിലർ നിഷ്പക്ഷത ഭാവിക്കുന്നുണ്ടായിരുന്നു. ഗൊഗോയുടെ കൂടെ 12 MLA-മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് തരുൺ ഗൊഗോയുടെ കൂടെ. എന്നിട്ട് ഇപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നീതി കിട്ടിയില്ല, നിങ്ങൾ മറ്റേ ഇയാള് ഖാർഗെ പറഞ്ഞു എന്ന്, നിങ്ങൾ ഹിമന്തയ്ക്കൊപ്പം പോരാടുന്നു, MLA-മാർ അയാൾക്കൊപ്പം എന്ന് ഈ ശത്രുക്കളോട്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ ശത്രുക്കളായ കോൺഗ്രസ്സുകാരോട് പോയി ഖാർഗെ പറഞ്ഞു, നിങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ എതിർ ക്യാമ്പിൽ നിന്ന് പോരാടുകയാണ്, പക്ഷെ MLA-മാരൊക്കെ അയാളുടെ കൂടെയാണ് എന്ന് ശർമ്മയുടെ ശത്രുക്കളോട് ഖാർഗെ പറയുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അന്ന് എനിക്ക് എൻ്റെ മനസ്സിന് മുറിവേറ്റു, പക്ഷേ സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണ്. ദൈവം കൂടുതൽ തന്നു. BJP-യിൽ അസമിനെയും എനിക്ക് സേവിക്കാൻ പറ്റി, സനാതന ധർമ്മത്തെയും സേവിക്കാൻ പറ്റി. രാഹുൽ ഗാന്ധിക്ക് നന്ദി അദ്ദേഹം പറഞ്ഞു. ഈ സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചത് നല്ലതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നതാണല്ലോ. 2014 ഇങ്ങനെ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ തട്ടിക്കളഞ്ഞു. ഗൊഗോയ് മന്ത്രിസഭയിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ആ മന്ത്രിസഭയിൽ നിന്ന് ഗൊഗോയുമായി
ഒന്നിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് രാജിവെച്ചു. 2015 ബി ജെ പിയിൽ ചേരുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ എഴുതിക്കോളാം എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2015 കോൺഗ്രസും വിട്ടു, ബി ജെ പിയിലെത്തി. ഈ അസമിൽ ബി ജെ പിയുടെ ആദ്യത്തെ വിജയത്തിൻ്റെ ശില്പിയായി ഹിമന്ത ബിശ്വ ശർമ്മ. ഇനി ഈ മറ്റേ ഇന്നലെ മുമ്പത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അസമിലെ ഭൂപൻ ബോറയെ വീട്ടിൽ പോയി ഹിമന്ത ബിശ്വ ശർമ്മ കണ്ടിരുന്നു. തരുൺ ഗൊഗോയിയായിട്ട് അത്ര രസത്തിലല്ല ഭൂപൻ ബോറ. ഗൊഗോയ്ക്ക് തരുൺ ഗൊഗോയി മറ്റേ ഗൊഗോയ് ഇപ്പോഴത്തെ പ്രസിഡന്റായ ഗൊഗോയ്, അയാളുടെ ഭാര്യയെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, പാകിസ്ഥാൻ ബന്ധമൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഗൗരവ് ഗൊഗോയ്, തരുൺ ഗൊഗോയുടെ മകൻ. അപ്പോ ഈ ഗൊഗോയുമായിട്ട് നല്ല രസത്തിലല്ലാത്തത് കൊണ്ട് ഈ ഭൂപൻ ബോറ, മുൻ PCC പ്രസിഡന്റ്, ഫെബ്രുവരി 22 അവിടെ BJP-യിൽ ചേരാൻ പോകുന്നത്. അപ്പോ ഈ നേരത്തെയും ഇത് ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ബിശ്വ ശർമ്മ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. കാരണം രാഹുൽ ഗാന്ധിയെ പിന്നീട് എപ്പോഴോ കാണാനായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മ ചെല്ലുന്നു. ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഈ പറയുന്ന ഡൽഹിയില് അസമിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന ഈ ഹിമന്ത ബിശ്വ ശർമ്മയോട് വളരെ നെഗറ്റീവായിട്ടാണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത്. അത് മന്ത്രിയായിരുന്ന സമയത്തായിരിക്കും. അതെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളർത്തുപട്ടി ഉണ്ടാകുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ കാര്യമൊക്കെ പറയുമ്പോഴും രാഹുൽ ഗാന്ധി പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തോ കാര്യം ഈ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞപ്പോൾ അതിന്റെ സന്തോഷ നിലയിൽ രാഹുൽ ഗാന്ധി ഈ ഡോഗിന് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് അത് കൊടുത്തതിന് ശേഷം ഒരെണ്ണം എടുത്തിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നീട്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിന് ഈക്വലായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപമാനം. അത് അദ്ദേഹത്തിന് വേറൊരു വളർത്തുപട്ടിയാണ് ആണ്, നിങ്ങൾ അതിനനുസരിച്ച് നിന്നാ മതി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഹിമന്ത ബിശ്വ ശർമ്മ സത്യത്തിൽ ഒരു ഷോക്കിംഗ് സംഭവമായിട്ട് മാറ്റിയത്. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെച്ചത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഇതും അതുമല്ലാതെ കണക്ട് ചെയ്യുമ്പോൾ ഈ രാഹുൽ ഗാന്ധി കുറെ അധികം ഉപജാപകരുടെ പിടിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നും അവിടെ നിന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് അതൊരു നേട്ടമാക്കി മാറ്റാനും സാധിക്കുമായിരുന്നില്ലേ? ആർജവമുള്ള ഒരു നേതാവല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധി എല്ലാ കാര്യവും ഭൂപൻ ബോറയും പോവുകയാണ്. അങ്ങനെ കോൺഗ്രസ് മൊത്തം BJP-യിലേക്ക്. ബോറയുടെ കൂടെ കുറെ കോൺഗ്രസ് നേതാക്കൾ വേറെ BJP-യിൽ ചേരാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു കോൺഗ്രസ് മുക്ത അസമുമായിട്ട് മാറും അല്ലെ? അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള കുറെ രാഹുൽ ഗാന്ധിയാണല്ലോ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ലിക്വിഡേറ്റർ. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മണിശങ്കർ അയ്യർ പറഞ്ഞെന്താ KC വേണുഗോപാലിനെ പോലുള്ള റാസ്കൽസിന്റെ കൂടെയാണ് എന്നാ പറയുന്നത്. അപ്പോൾ എല്ലാ കാലവും രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഗുണ്ടാ നേതാക്കൾക്ക് സമാനമായ രാഷ്ട്രീയക്കാരാണ്. ഇതന്നെയല്ലേ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിൽ? അതെ, അത് അല്ല, പട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റിന്റെ ടിന്നിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാല് കുടുംബ പൈതൃകം രാഹുൽ ഗാന്ധി സൂക്ഷിച്ചു എന്നേ പറയാനുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതായത് മോത്തിലാൽ നെഹ്റു മുമ്പത്തെ കഥയൊക്കെ നമ്മൾ നോക്കണ്ടേ, ഗംഗാധർ നെഹ്റു മുതലുള്ള കഥകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ഈ ഡൽഹിയിൽ കോത്തുവാളായിരുന്ന ഇല്ലേ ഒരാളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പലതരം ഉപജാപങ്ങളിൽ കൂടിയാണല്ലോ ഈ വംശം സൃഷ്ടിച്ചിരിക്കുന്നത് നെഹ്റു കുടുംബം. അപ്പൊ അതിന്റെ ഈ വംശ സൃഷ്ടിയിൽ ഒരുപാട് വ്രണങ്ങളുണ്ട്, ഇങ്ങനെ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ. അതാണ് നമുക്ക് ഓർമ്മ വരിക ഇത്തരം സംഭവങ്ങൾ. ഈ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്, ഇത് പല ആളുകളും ചിലപ്പോ ഈ പട്ടി ബിസ്ക്കറ്റ് മേടിച്ച് തിന്നിട്ടുണ്ടാവും, ഇപ്പോഴും തിന്നുന്നുണ്ടാവും. അങ്ങനത്തെ റാൻമൂളികളൊക്കെ ആയിരിക്കും ഈ രാഹുൽ ഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും ഒക്കെ താല്പര്യവും പരിചയവും. ഒരുപാട് ആളുകൾ ഇങ്ങനെ പൊത്തേദാർ കേസരി, സീതാറാം കേസരി എന്നൊക്കെ പറഞ്ഞ AK ആന്റണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ കുറെ പദവികൾ നേടിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.